ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പേര് ഷൈമോൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എങ്ങനെ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാം. യഥാർത്ഥത്തിൽ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ആ മാർഗ്ഗം വഴിയാണ് നമ്മുടെ തലമുറകളിലേക്ക് ആ സമ്പത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളൂ. ഈ സാമ്പത്തിക ശാസ്ത്രമാണ് എല്ലാ ബിസിനസ്സിൻ്റെയും സാമ്പത്തിക പുരോഗതിയുടെയും അടിസ്ഥാനം. നമുക്കറിയാം, ലോട്ടറി അടിച്ച് കോടീശ്വരന്മാർ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവർക്ക് ആ പണം നിലനിർത്താൻ സാധിച്ചിട്ടില്ല. അതിന് കാരണം അവർക്ക് സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയില്ല എന്നത് തന്നെയാണ്. നമ്മുടെയും പ്രശ്നം, നമ്മുടെ കൈകളിലേക്ക് പണം വരുവാനുള്ള മാർഗ്ഗങ്ങൾ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പണം എങ്ങനെ ചെലവാക്കണം എന്ന് നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നില്ല. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒരു ജോലി നേടുകയോ ചെറിയ രീതിയിൽ ഏതെങ്കിലും ബിസിനസ്സിൽ ഏർപ്പെടുകയോ ചെയ്യും. അത് തന്നെ നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എത്ര ശക്തമായി പണിയുന്നുവോ അത്രയും കാലം അത് നീണ്ടു നിൽക്കും എന്നത് നമുക്കറിയാം. എന്നതുപോലെ തന്നെ സമ്പത്ത് കയ്യിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ അത് വിനിയോഗിക്കുന്ന രീതിയും നമ്മൾ പഠിച്ചു വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല. ആ നിയമമാണ് 50-20-20-10 എന്ന നിയമം. ഇതൊരു ജീവിത രീതി കൂടിയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ജീവിത രീതി ആക്കേണ്ട ഒരു നിയമമാണ്. ഉദാഹരണത്തിനായി മാസശമ്പളം 1,00,000 രൂപ കിട്ടുന്നുണ്ട് എന്ന് വെക്കുക. അങ്ങനെയെങ്കിൽ അതിൻ്റെ 50% 50,000 രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക് ദൈനംദിന ചെലവുകൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് ആ നിയമം. കിട്ടുന്ന ശമ്പളത്തിൻ്റെ 90% നമ്മൾ ചെലവഴിക്കുന്ന ഒരാൾ ആണെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ വലിയ സാമ്പത്തിക പ്രശ്നം നേരിടും. ശേഷം വരുന്ന 20% കുറിച്ച് പറയുകയാണെങ്കിൽ, ശേഷം വരുന്ന ഒരു 20% നമ്മളെടുത്ത് മാറ്റുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നമ്മൾ ആ പണം ഉപയോഗിക്കാം. ഉദാഹരണത്തിന് വീട് വെക്കാൻ വേണ്ടി നമ്മൾ സുരുക്കൂട്ടി വെക്കുന്നത്, കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി മാറ്റി വെക്കുന്നത്, വാഹനങ്ങൾ മേടിക്കാൻ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് 20% എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ 70% കുറിച്ച് ചർച്ച ചെയ്തു. ബാക്കി വരുന്ന പിന്നെ 20%. ശേഷം വരുന്ന 30%-ൽ 20% നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. ഏതൊരു തൊഴിൽ ചെയ്യുന്നവർക്കും റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കും. കിട്ടുന്ന ശമ്പളത്തിൽ ഒരു 20% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായും നമുക്കൊരു 25-30 വർഷം ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ നമുക്കൊരു 50 വയസ്സ് ആകുമ്പോഴേക്കും നമുക്ക് മാസ ശമ്പളം പോലെ അത് വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ്. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ആരുടെയും സഹായമില്ലാതെ ആരുടെ മുമ്പിലും തലകുലിക്കാൻ ഇടയാകാതെ ജീവിക്കാൻ അത് നമ്മളെ പ്രാപ്തരാക്കും. അപ്പോൾ നമ്മൾ 50% നിത്യ ചെലവുകൾക്ക് വേണ്ടി, മാസത്തിൽ കിട്ടുന്ന തുകയുടെ 50% നിത്യ ചെലവുകൾക്ക് വേണ്ടി മാറ്റിവെക്കുമെന്ന് പറഞ്ഞു. 20% നമ്മൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമെന്ന് പറഞ്ഞു. ശേഷം വരുന്ന 20% റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ശേഷം വരുന്ന അവസാന 10% പണം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് വെച്ചാൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കടം കൊടുക്കാൻ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് കടം കൊടുക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഉപയോഗിക്കാം. ഒരുപക്ഷെ കടം കൊടുത്ത ആൾ നമുക്ക് യഥാസമയം തിരിച്ച് തരാൻ പറ്റിയില്ല എങ്കിൽ കൂടിയും നമുക്കതുകൊണ്ട് യാതൊരു പ്രശ്നമോ വരാൻ പോകുന്നില്ല. കാരണം നമ്മൾ ആ പണം കൃത്യമായിട്ടുള്ള ആ 10% മാത്രമാണ് നമ്മൾ കടം കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാനസികമായ സന്തോഷം ലഭിക്കുന്നു. അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കങ്ങൾ ഒരുപക്ഷെ തിരിച്ച് തന്നില്ല എങ്കിൽ കൂടിയും മാനസിക പിരിമുറുക്കം അനുഭവിക്കേണ്ടി വരികയും ചെയ്യില്ല എന്നതാണ് എൻ്റെ സത്യം. ഇതാണ് സാമ്പത്തിക നിയമം സുഹൃത്തുക്കളെ. എല്ലാ കാലത്തേക്കും തലമുറകളിലേക്കും സമ്പത്ത് കൈമാറുവാൻ ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമുക്ക് കേവലം 10,000 രൂപ മാത്രമേ പ്രതിമാസ ശമ്പളം ഉള്ളൂ എങ്കിൽ കൂടിയും ഈ നിയമം പാലിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മളൊരു സമ്പന്നനായി തീരും. അപ്പോൾ സുഹൃത്തുക്കളെ, 50%, 20%, 20%, 10% ഈ നിയമം നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുന്നേറാൻ തീരുമാനിച്ചില്ലേ സുഹൃത്തുക്കളെ? അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റിൽ രേഖപ്പെടുത്തൂ സുഹൃത്തുക്കളെ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ഞെക്കുവാനും മറക്കല്ലേ.